നമസ്കാരം, എല്ലാവർക്കും സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജനുവരി 6 കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലൂടെ നമ്മൾ ഈ ഒരു ദിവസത്തെ കംപ്ലീറ്റ് കറണ്ട് അഫയേഴ്സ് നോക്കുകയാണ്. നിങ്ങളൊരു ബുക്ക് എടുത്ത് വെച്ച് എഴുതാൻ മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് നോക്കാം. ആദ്യം തന്നെ അതിവേഗം ഇന്ത്യ എന്ന് പറഞ്ഞതാണ് നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫയേഴ്സ്. എന്താണ് പറഞ്ഞേക്കുന്നത്? വികസിത രാജ്യങ്ങളടക്കം ആഗോളതലത്തിൽ വളർച്ച കുറയുമെങ്കിലും 2024 നമ്മുടെ ഇന്ത്യ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നേട്ടമുണ്ടാക്കുക എന്നാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 2024 വളർച്ച ആഗോളതലത്തിൽ പക്ഷെ വളർച്ച കുറയും, ഇന്ത്യക്ക് നേട്ടം ഉണ്ടാവും എന്നാണ് കണക്കൂട്ടൽ. ഓക്കെ, അപ്പോൾ ഇന്ത്യക്ക് 6.2% സാമ്പത്തിക വളർച്ചയാണ് നമ്മുടെ ഐക്യരാഷ്ട്രസഭ പ്രവചിച്ചിരിക്കുന്നത്. അപ്പം അതാണ് നമ്മുടെ ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം 2025 വളർച്ച 6.6% വർദ്ധിച്ചേക്കുമെന്നും പറയുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യ നമ്മുടെ ഇപ്പം നിലനിൽക്കുന്ന ബൃഹത് സമ്പദ് വ്യവസ്ഥ ലോകത്തിൽ അതിവേഗം വളരുന്ന ബൃഹത് സമ്പദ് വ്യവസ്ഥ ഇന്ത്യ ഇനിയും തുടർന്നു കൊണ്ടേയിരിക്കും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന ഇന്ത്യയുടെ വികസന മുന്നേറ്റത്തിൽ 5.2% ആരാണ്? നമ്മുടെ ദക്ഷിണേന്ത്യയിൽ നിന്നാണ് കിട്ടുന്നത്. അതൊന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കാം. അങ്ങനെ ആഗോള സാമ്പത്തിക വളർച്ച 2.7% നിന്ന് കുറഞ്ഞ് 2.4% ആവും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ആഗോളതലത്തിൽ സമ്പദ് വ്യവസ്ഥ തകരും, കുറച്ച് താന്നു വരുമെങ്കിലും ഇന്ത്യക്ക് മാത്രം നേട്ടം ഉണ്ടാവും. ഓക്കെ അല്ലേ? അടുത്ത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പഠിച്ചതാണ് ആദിത്യ L1 പറ്റി. അതേ ന്യൂസ് തന്നെയാണ് നമുക്ക് ഇന്നും പഠിക്കാനുള്ളത്. കുറച്ചധികം പോയിന്റ്സ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാവുന്ന ആദ്യത്തെ പോയിന്റ് ഇന്ത്യയുടെ ആദ്യത്തെ സൗര നിരീക്ഷണ പേടകമാണ് ഏതെന്ന് പറയുന്നത് ആദിത്യ L1 എന്ന് പറയുന്നത്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അതിൽ L1 അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. L1 ലഗ്രാഞ്ച് പോയിന്റ് 1 അല്ലേ? ലഗ്രാഞ്ച് പോയിന്റ് ആണ്. ഇത് ആരാ കണ്ടുപിടിച്ചതെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. അപ്പോൾ ആ പോയിന്റിന്റെ കൂടെ ഇതിൽ ഒരു പോയിന്റ് എങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾ അതിനകത്ത് ആഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അടുത്ത എന്താ പറഞ്ഞേക്കുന്നത്? 5 വർഷമാണ് ഈ ദൗത്യത്തിന്റെ കാലാവധി. 5 വർഷമാണ് ആദിത്യ L1 കാലാവധി. പിന്നെ നമുക്ക് പഠിക്കാത്തൊരു പോയിന്റ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാത്ത പോയിന്റ് ആണ് ഈ കിടക്കുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച 7 പെലോഡുകളാണ് ഈ പേടകത്തിലുള്ളത്. 7 പെലോഡുകൾ. അപ്പൊ എത്ര പെലോഡുകളാണ്? 7 പേലോഡുകളാണ് ഈ ഒരു പേടകത്തിലുള്ളത്. അതിൽ 4 സൂര്യനെ പറ്റി പഠിക്കാൻ, 4 സൂര്യനെ പറ്റി പഠിക്കാനും 3 നമ്മൾ ഈ L1 പോയിന്റിനെ പറ്റി പഠിക്കാനുമാണ് ഉള്ളത്. അപ്പൊ എത്ര പേലോഡുകളുണ്ട്? 7 പേലോഡുകളുണ്ട്. 7 പേലോഡിൽ 4 ഏതാണ്? സൂര്യനെ പറ്റി പഠിക്കാനാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ അടുത്ത ന്യൂസിലോട്ട് പോവാം. അടുത്ത ബഹിരാകാശത്തെത്തും വൈദ്യുതി. നമ്മുടെ ISRO ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയാണ്. അതിന്റെ ആദ്യത്തെ പരീക്ഷണം തന്നെ വിജയിച്ചിട്ടുണ്ട്. അപ്പൊ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ പരീക്ഷണം നടത്തിയത്? എന്തിനാണ് ബഹിരാകാശത്ത് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്? നമുക്ക് സ്വന്തമായിട്ടൊരു ബഹിരാകാശ നിലയം വേണ്ടേ? അപ്പൊ സ്വന്തമായിട്ട് ഒരു ബഹിരാകാശ കേന്ദ്രം തുടങ്ങാൻ വേണ്ടിയുള്ള ആ ഒരു പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ISRO എന്ത് കൊണ്ടുവന്നത്? ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് പരീക്ഷിച്ചത്. അപ്പം PSLV-C 58 നടത്തിയ ഹ്രസ്വ പരീക്ഷണത്തിലാണ് 180 വാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചത്. എത്രയാണ്? 180 വാട്ട് വൈദ്യുതി. ഏതാണ് വാഹനം? PSLV-C 58. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ISROയുടെ ഈ ഒരു ദൗത്യം വിജയിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഇതിൽ ഓരോ ഘട്ടങ്ങളും നമുക്ക് ഇനിയും പഠിക്കാനായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഭൂമിയിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയായിരുന്നു ഈ ഒരു ആദ്യ പരീക്ഷണം നടത്തിയത്. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. 350 കിലോമീറ്റർ അകലെ. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കുന്ന ഈ ISRO ദൗത്യങ്ങളെല്ലാം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചേക്കാം. അടുത്ത ഇമ്പോർട്ടൻ്റ് ന്യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ, നമുക്കറിയാം നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയുടെ നോവലാണ് ചെമ്മീൻ അല്ലേ? ഈ ചെമ്മീൻ എന്ന് പറയുന്ന നോവലിനെ ജപ്പാനീസിലേക്ക് പരിഭാഷപ്പെടുത്തിയ തക്കാക്കോ മുല്ലൂർ അന്തരിച്ചു. അതാണ് ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ന്യൂസ്. അപ്പം നമ്മുടെ ആദിത്യ L1 നമ്മുടെ ISRO വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചതും അല്ലാതെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇന്നത്തെ ന്യൂസ് ഇതാണ്. ഓക്കെ, അപ്പം നമുക്കറിയാം ചെമ്മീൻ എന്ന് പറയുന്ന നോവലിനെ പറ്റി നമുക്കറിയാം അല്ലേ? എന്താണ് ചെമ്മീൻ എന്ന് പറയുന്ന നോവല്? നമ്മുടെ
1956 തകഴി രചിച്ച നോവലാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്നത്. ഇത് പിന്നീട് സിനിമയാക്കപ്പെട്ടു അല്ലെ? സിനിമയാക്കിയിട്ട് ഇതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കിട്ടി. അതെന്നാണ്? 1965. എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ? ഇത് നോക്ക്, 56. ഇത് നേരെ തിരിച്ചിട്ട 65. അപ്പൊ രാമു കാര്യായിട്ട് സംവിധാനം ചെയ്ത ചെമ്മീൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത് എന്നാണ്? 1965. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്റ്റ് ആണ്. നിങ്ങൾക്കിത് PSCക്ക് ഉപകാരപ്പെടും. നിങ്ങൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, പിന്നീട് എന്താ പറയുന്ന ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് പരിഭാഷ ചെയ്ത മലയാളം നോവൽ ഏതാണ്? അതും നമ്മുടെ ചെമ്മീനാണ്. ഓക്കെ, അപ്പൊ ഈ 2 ഫാക്റ്റ് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. നമ്മുടെ തകഴിയുടെ ഈ ഒരു നോവലിനെ സിനിമയാക്കി എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ തകഴിയുടെ ഏത് നോവലാണ് ആദ്യമായിട്ട് സിനിമയാക്കപ്പെട്ടത്? അത് രണ്ടിടങ്ങഴിയാണ് കേട്ടോ. ഏതാണ്? രണ്ടിടങ്ങഴി. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ചെമ്മീനുമായിട്ട് ബന്ധപ്പെട്ട്. ഇത്രയും നിങ്ങൾക്ക് PSCക്കും ചോദിക്കാൻ സാധിക്കുന്ന കണക്കത്തുള്ള ചോദ്യമാണ്. അപ്പൊ എന്താണ്? GK ഭാഗത്തും വരാം, കറണ്ട് അഫയേഴ്സിൽ വരാം. രണ്ടും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? തകഴിയുടെ ചെമ്മീനെ ജപ്പാനീസിലേക്ക് മാറ്റിയത് ആരാണ്? അത് തക്കാക്കോ മുല്ലൂർ ആണ്. അവരാണ് ഇപ്പൊ അന്തരിച്ചത്. അതുകൊണ്ടാണ് നമുക്കിത് പഠിക്കേണ്ടി വന്നത്. ഓക്കെ, ഇനി എന്താണ്? 1956 തകഴി ഈ ചെമ്മീൻ എന്ന് പറയുന്ന നോവൽ എഴുതിയത്. അത് സിനിമയാക്കിയത് ആരാണ്? രാമു കാര്യാട്ടാണ്. രാമു കാര്യാട്ടിന്റെ ആ സിനിമയ്ക്ക് രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ കിട്ടിയതെന്നാണ്? 1965. തകഴിയുടെ സിനിമയാക്കപ്പെട്ട ആദ്യത്തെ നോവൽ ഏതാണ്? അത് രണ്ടിടങ്ങഴിയാണ്. ഓക്കെ, ക്ലിയർ. അടുത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് എന്താന്ന് വെച്ചാൽ ഓൺലൈൻ ഗെയിമിനും ചൂതാട്ടത്തിനും 28% GST ഏർപ്പെടുത്തി എന്നുള്ളതാണ്. അപ്പൊ എത്ര ശതമാനമാണ്? 28%. നോട്ട് ചെയ്ത് വെച്ചേക്കാം. സർക്കാരുമായി നമ്മുടെ ഗവർണറുമായിട്ടുള്ള പ്രശ്നമൊക്കെ നമുക്കറിയാമല്ലേ? അപ്പൊ അതൊക്കെ പോട്ടെ, ഇവിടെ ഒന്നുമല്ല പഠിക്കാനുള്ളത്. എത്ര ശതമാനമാണ് ഈ പറയുന്ന ചൂതാട്ടത്തിന് ഏർപ്പെടുത്തിയത്? നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. എത്രയാണ്? 28%. എന്ന് തൊട്ടാണ് അത് പ്രാബല്യത്തിൽ വരുന്നത്? 2023 ഒക്ടോബർ 1. എത്രയാണ്? 2023 ഒക്ടോബർ 1 തൊട്ടാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ. അടുത്ത ഇമ്പോർട്ടന്റ് ന്യൂസ് ആണ് നമ്മുടെ മുൻ കരസേനാ മേധാവിയായിട്ടുണ്ടായിരുന്ന നരവനയുടെ ഓർമ്മക്കുറിപ്പ്. ഇപ്പൊ വിവാദത്തിലാണ്. എന്താണ്? ഗാൽവൻ പരാമർശം നടത്തിയതിനെ തുടർന്ന് ഇപ്പൊ വിവാദത്തിലായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഇമ്പോർട്ടന്റ് കാര്യം എന്താണെന്ന് വെച്ചാല് നരവനയുടെ ഓർമ്മക്കുറിപ്പിന്റെ പേരെന്താണ്? 4 സ്റ്റാർ ഓഫ് ഡെസ്റ്റിനി. എന്താണ്? 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്നതാണ് നരവനയുടെ ഓർമ്മക്കുറിപ്പ്. അങ്ങനെയാണെങ്കിൽ എന്ത് പരാമർശം നടത്തിയിട്ടാണ് അത് വിവാദത്തിലായത്? ഏതാണ്? ഗാൽവൻ പരാമർശം. ഏതാണ്? ഗാൽവൻ പരാമർശം. ഇത് മാത്രം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. ഓക്കെ, ഇനി അടുത്ത ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ ഉത്തര കൊറിയയുടെ ന്യൂസാണ്. ഉത്തര കൊറിയയുടെ അടുത്ത ഭരണാധികാരി എന്താണ്? നമ്മുടെ കിം ജോങ് ഉന്റെ മകളായിട്ടുള്ള ആരായിരിക്കും? കിം ജു എ. ആരാണ്? കിം ജു എ ആണ് ഇനി ഭരണാധികാരിയായിട്ട് വരാൻ പോകുന്നത്. അങ്ങനെ ഒരു ന്യൂസാണ് ഉത്തര കൊറിയയുടെ ഭാഗത്ത് നിന്നുള്ളത്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇപ്പോഴത്തെ ഭരണാധികാരി ആരാണ്? ഇപ്പോഴത്തെ കിം ജോങ് ഉൻ ആണ്. ആരാണ്? കിം ജോങ് ഉൻ. ഓക്കെ, ഇനി അടുത്ത വരാൻ പോകുന്നത് ആരായിരിക്കും? കിം ജു എ ആയിരിക്കും. ഓക്കെ, ഈ ഒരു ന്യൂസാണ് ഇപ്പോൾ പഠിക്കാനായിട്ടുള്ളത്. ജസ്റ്റ് അത് മാത്രം ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി നമ്മൾ ഇന്നത്തെ ന്യൂസ് തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇന്ത്യയുടെ വളർച്ചയെ പറ്റി പറഞ്ഞല്ലേ. ഇനി നമ്മുടെ NSOയുടെ ഒരു റിപ്പോർട്ടും കൂടെ ഉണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. NSO പറഞ്ഞത് വെച്ചിട്ട് ഇന്ത്യയുടെ വളർച്ച 7.3% എത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ NSO റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ വളർച്ച എത്രയാണ്? 7.3 ആണ്. 2022-23 എത്രയുള്ളായിരുന്നു? 7.2 ഉള്ളായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു പോയിന്റ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നാണ് NSOയുടെ ഫുൾ ഫോം. എന്താണ്? നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. അപ്പൊ അവരുടെ റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച എത്രയായിട്ട് മാറിയത്? 7.3 ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പൊ നടപ്പ് സാമ്പത്തിക വർഷം മൊത്തം ആഭ്യന്തര ഉൽപാദനം 171.79 ലക്ഷം കോടിയായിരുന്നു. ഇപ്പൊ എന്താണ്? 2023-24 സാമ്പത്തിക വർഷം ഉൽപാദന മേഖലയിൽ 6.5% വർധനമാണ്
ഉണ്ടാകുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി എന്ന് തൊട്ടാണ് ഇങ്ങനെ ഒരു കണക്കെടുക്കാൻ തുടങ്ങിയത്? എന്ന് മുതലാണ് ഇങ്ങനെ ഒരു നേരത്തെ കണക്ക് കൂട്ടണം, ഏകദേശം എത്ര ഉണ്ടാവും എന്നൊക്കെ കണക്ക് കൂട്ടണമെന്ന് പറയാൻ തുടങ്ങിയത് എന്നാണ്? 2016 മുതലാണ് കേട്ടോ. 2016 ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിന് വിവരങ്ങൾ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ട് 2016-17 മുതലാണ് ജനുവരിയിൽ സാമ്പത്തിക വളർച്ച വിലയിരുത്താൻ തുടങ്ങിയത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ദിവസം പഠിക്കാനായിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഡെയിലി ആയിട്ടുള്ള ന്യൂസുകൾ എഴുതി പോവുക. നാളെ നമ്മുടെ റിവിഷൻ ഡേ ആയിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ആഴ്ച പഠിച്ചത് ഇത്രയും നമ്മൾ റിവിഷൻ ചെയ്ത് മുന്നോട്ട് വരും. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.